നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. നേരത്തെ തന്നെ സൂചന ലഭിച്ചതായിരുന്നു, റഷ്യ ഉക്രൈനും ഇസ്രയേൽ ഹമാസിനും പിറകെ, ഇസ്രയേൽ പലസ്തീനും പിറകെ ഇനിയുണ്ടാകുന്ന അടുത്തൊരു യുദ്ധം അത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധമായിരിക്കും. അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ സുപ്രധാനമായ 2ഓളം സൈനിക പോസ്റ്റുകളെ അഫ്ഗാനിസ്ഥാൻ കീഴടക്കിയിരിക്കുന്നു. ഒപ്പം 20-നടുത്ത് സൈനികരെയും പാക് സൈനികരെയും താലിബാൻ കൊലപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അതിർത്തിയിൽ ഇന്ത്യയോടടുത്ത് മറ്റൊരു യുദ്ധ സാഹചര്യം കൂടി ഉടലെടുത്തിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസത്തെ വ്യോമാക്രമണത്തിന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ആർമിയുടെ 2 പോസ്റ്റുകളാണ് ഇപ്പോൾ താലിബാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. 19 പാകിസ്ഥാൻ സൈനികരെയും ഇതോടൊപ്പം കൊലപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ളത് ഇപ്പോൾ യുദ്ധസമാന സാഹചര്യമാണെന്നാണ് നയതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇതൊരു യുദ്ധത്തിലേക്ക് എത്താൻ അധിക സമയമൊന്നും തന്നെ വേണ്ട. പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കിയാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ വ്യോമസേന നടത്തിയ കനത്ത ആക്രമണങ്ങൾക്ക് ദിവസങ്ങൾക്കിപ്പുറം താലിബാൻ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. താലിബാൻ അന്നേ കണക്ക് കൂട്ടിയതായിരുന്നു, മുന്നറിയിപ്പ് നൽകിയതായിരുന്നു. നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികം കനത്ത പ്രഹരം തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒട്ടനവധി പോയിന്റുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട്. അഫ്ഗാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വായിച്ചു നോക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നു, പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയതായി പേരെടുത്ത് പറയാതെ തന്നെ ആക്രമണങ്ങളെ സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്താണ് നടത്തിയതെന്നും അവർ എടുത്തു പറയുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയെ പരാമർശിക്കാൻ അഫ്ഗാനിസ്ഥാൻ അധികാരികൾ ആ പദം ഉപയോഗിച്ചത് പോലും നോക്കിക്കാണേണ്ടതാണ്. സാങ്കല്പിക രേഖ എന്നതാണ്. അതായത് അങ്ങനെ ഒരു അതിർവരമ്പൊന്നും തന്നെ അവർ നോക്കിക്കാണുന്നില്ല. വേണമെന്ന് വെച്ചാൽ ആ മേഖല പിടിച്ചടക്കുമെന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്ത ക്ഷുദ്രശക്തികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും കേന്ദ്രങ്ങൾക്കും ഒളിത്താവളങ്ങൾക്കുമായി വർത്തിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് അപ്പുറത്തുള്ള ഒട്ടനവധി പോയിന്റുകളാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് പ്രസ്താവനയിലൂടെ മന്ത്രാലയം പറയുന്നത്. ഈ പ്രസ്താവനയിൽ പാകിസ്ഥാനെയാണോ പരാമർശിക്കുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഈ പ്രദേശങ്ങളൊന്നും ഞങ്ങൾ പാകിസ്ഥാന്റെ പ്രദേശമായി കണക്കാക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ കൃത്യമായി സ്ഥിരീകരിക്കാനും സാധിക്കുന്നില്ല. പക്ഷേ അതൊരു സാങ്കല്പിക രേഖയുടെ മറുവശത്തായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്, അത് അഫ്ഗാനിസ്ഥാന്റെ മണ്ണല്ല എന്നുള്ളത്. മന്ത്രാലയ വക്താവ് കൂടിയായിട്ടുള്ള ഇനായത്തുള്ള ഖുരാവസ്മിയാണ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകിയിരിക്കുന്നത്. ഇത്രയും കാലം അഫ്ഗാൻ ഭരണകൂടത്തോട് കളിച്ചതുപോലെയല്ല താലിബാനോട് കളിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ പാകിസ്ഥാന് മനസ്സിലായി കാണും. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലായി 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധികാരികളായിരുന്നു ഒരു ഡ്യൂറൻ ലൈൻ എന്ന സാങ്കല്പിക അതിർവരമ്പ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രേഖയാണ് അഫ്ഗാനിസ്ഥാൻ ഇത്രയും കാലം നിരസിച്ചത്. പക്ഷേ ഇപ്പോൾ അത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവങ്ങളോട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്ക് അടുത്ത് വ്യോമാക്രമണം നടത്തിയപ്പോൾ അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 46 പേരായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കൊലപ്പെടുത്തിയത്. ഏറ്റവും അധികം സ്ഥിതി വഷളാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും ഇത് തന്നെയായിരുന്നു. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമായി മാറി. ഭീകര സംഘടനയായ തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാനിലെ ഒളിത്താവളങ്ങളെ ഒക്കെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം കനപ്പിച്ചു. ചൊവ്വാഴ്ച കിഴക്കൻ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ബർമജ് ജില്ലയിലെ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്ത് 4 ഇടത്താണ് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലെ തന്നെ അഭയാർത്ഥികളാണെന്നും താലിബാൻ പറയുന്നു. ശനിയാഴ്ച പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാനിലുണ്ടായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ 16 സൈനികരാണ് കൊല്ലപ്പെട്ടത്. നേരത്തെ മാർച്ചിലും സമാനമായ രീതിയിൽ ആക്രമണം നടത്തിയിരുന്നു. അന്നും 5ഓളം പേർ മരിച്ചിരുന്നു. അതിനു മുൻപും സമാനമായ ആക്രമണങ്ങളുണ്ടായി. പാകിസ്ഥാനെ ആക്രമിക്കാൻ TTP അഫ്ഗാനിസ്ഥാൻ മണ്ണ് ഉപയോഗിക്കുന്നുവെന്ന ആരോപണം പാകിസ്ഥാൻ തന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, 2023 ഏകദേശം 1000-നടുത്ത ആളുകൾ പാകിസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ടു. ഈ വർഷവും 24-ലും സമാനമായ രീതിയിൽ 1000-ന് പുറത്ത് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഇന്ത്യയെ കൂടാതെ അയൽരാജ്യം പങ്കിടുന്ന ഇറാനുമായിട്ടുള്ള പാകിസ്ഥാന്റെ ബന്ധവും ഒട്ടും നല്ലതല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. 2024 ജനുവരി മാസത്തിൽ ഇറാൻ പാകിസ്ഥാൻ
ഇറാനിൽ നിന്നുള്ളൊരു ആക്രമണത്തെ നേരിട്ടിരുന്നു. നിരവധി ആളുകൾ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘങ്ങൾ ഇറാൻ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണം നടത്തുന്നതുകൊണ്ട് തന്നെ ഈ ബന്ധവും ഏറെ വഷളായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആകെ ആശ്രയമായിട്ടുള്ളത് ചൈനയാണ്. അക്കാര്യവും വളരെ നല്ല രീതിയിലല്ല എന്നുള്ളത് ഈ സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.